ഓ, എന്തൊരു വിശപ്പ്! ഈ കാട്ടിലെ മരങ്ങൾക്കൊക്കെ എന്തു പറ്റി? ഒരൊറ്റ എണ്ണത്തിലും പഴങ്ങളില്ല. ഉള്ളതാണെങ്കിലോ ഉണക്കമത്തി പോലത്തെ പഴങ്ങൾ. എന്താടേ താൻ തനിയെ സംസാരിക്കുന്നത്? വട്ടായോ? വിശന്നിട്ട് വയറ് പൊരിയുകയാണ് ജിമ്മോ. മരങ്ങളൊന്നും കായ്ച്ചത് കാണുന്നില്ല. ആ, നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ നമുക്ക് ജീവിക്കുവാനുള്ള ചുറ്റുപാട് പ്രകൃതി തന്നെ ഒരുക്കും. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ചുടായിപ്പനെ പോലുള്ളവരുടെ സ്വഭാവം നാട്ടിലുള്ള മനുഷ്യരെക്കാൾ കഷ്ടമല്ലേ? അപ്പോ നീ പറഞ്ഞു വരുന്നത് നമ്മുടെ ചുടായിപ്പൻ പഴങ്ങളൊക്കെ മോഷ്ടിക്കുന്നു എന്നാണോ? ഇവരാളൊരു മണ്ടനാണല്ലോ. എടാ പൊട്ടാ, നമ്മളിൽ പലരും പ്രകൃതിയെ ബഹുമാനിക്കാത്തത് കൊണ്ടാ ഈ മോശം അവസ്ഥയുണ്ടാവാൻ കാരണം എന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ. ഇപ്പോഴൊന്ന് വിശപ്പ് മാറ്റാൻ എന്താണൊരു വഴി? ഒരു വഴിയുണ്ട്. എന്ത് വഴി? വേഗം പറ. നീ പോയി ഉറങ്ങിക്കോ. ഉറക്ക് തെളിയുന്നത് വരെ വിശപ്പറിയില്ല. നിന്റെ ചളിഞ്ഞ കോമഡി ആസ്വദിക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോ. ഞാൻ പോവാ. ഇതാര് കേളനോ? നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്താ കേള ഒരു മൂഡൌട്ട്? നിങ്ങൾ 3 പേരും ഒരു കൂട്ടായി ജീവിതം ആസ്വദിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക്. എന്നെ ആർക്കും വേണ്ട. അതൊക്കെ നിന്റെ മിഥ്യാധാരണകളാണ് കേളാ. നീയല്ലേ പലപ്പോഴും ഒറ്റയ്ക്ക് ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെയുള്ള പഴങ്ങൾ തരുന്ന മരങ്ങളൊക്കെ കാലിയാണല്ലോ കാക്കച്ചേട്ടാ. എന്നാ നീ വാ. ചിരങ്ങോട്ട് മുക്കിനടുത്തുള്ള മാവിൽ നിറയെ മാങ്ങകളുണ്ട്. ഞങ്ങൾ വിശക്കുമ്പോൾ അവിടേക്കാ പോവാറ്. എത്ര കഴിച്ചാലും മതിവരാത്ത മാമ്പഴങ്ങളുണ്ടവിടെ. ദാ വന്നു. എന്തേ? എടാ മണ്ട, ഞാൻ മാമ്പഴങ്ങൾ കണ്ടിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. ഇത്രയും മാമ്പഴങ്ങൾ ഉണ്ടായിട്ടാണോ ഞാൻ ഇങ്ങനെ പട്ടിണി കിടന്നത്? നീ ഡയലോഗ് നിർത്തിയിട്ട് വിശപ്പ് മാറ്റാൻ നോക്ക്. ഹായ്, എന്ത് സ്വാദ്! വിശപ്പോടെ കഴിക്കുമ്പോ ഇരട്ടി രുചിയാ. അല്ല, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ ഇത്രയും മാങ്ങകളോ? ഇത് സ്വപ്നമാണോ? എടാ കേളാ, നീ പരമാവധി വിശപ്പ് മാറ്റിക്കോ കേട്ടോ. 11 കണ്ട സ്ഥിതിക്ക് ഈ മാങ്ങകൾക്കിനി അധികം ആയുസ്സുണ്ടാവില്ല. വേഗം നോക്ക്.